നമസ്കാരം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു അനുവദിച്ച് സർക്കാർ. പെൻഷൻ വിതരണത്തിനായി 1604 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്നുള്ള വിവരമാണ് അറിയാൻ കഴിഞ്ഞത്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറും. ജനുവരി മാസത്തിലെ പെൻഷൻ തുകയും അതോടൊപ്പം തന്നെ കുടിശ്ശിക ഗഡുക്കളിൽ 1 ഗഡു കൂടിയാണ് ഇപ്പോൾ അനുവദിച്ചത്. പണഞ്ഞെരുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അടുത്ത അറിയിപ്പ്. കോട്ടക്കൽ നഗരസഭയ്ക്ക് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശം. കോട്ടക്കൽ നഗരസഭയിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത് തിരിച്ചു പിടിക്കണമെന്നതാണ് നിർദ്ദേശം. PF പെൻഷനൊപ്പം ക്ഷേമ പെൻഷൻ വാങ്ങിയ 4 പേരിൽ നിന്ന് മുഴുവൻ തുകയും പലിശ സഹിതം ഈടാക്കും. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ 23 പേരിൽ നിന്ന് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെ ചേർത്തുപിടിച്ചു സംസ്ഥാന സർക്കാർ. 2 ഗഡു ക്ഷേമ പെൻഷൻ തുകയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സന്തോഷ വാർത്ത. തുക എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി എത്തിച്ചേരും.